नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 73 ശിശുപാലമോക്ഷം, പേജ് നമ്പർ 719. ഇത്തരം യാഗത്തിൽ സന്നിഹിതരായിരിക്കുന്നവരുടെ സദസ്സിൽ ഏറ്റവും സമുന്നതനായ വ്യക്തിയെ ആദ്യം പൂജിക്കുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. യാഗത്തിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായപ്പോൾ ചടങ്ങിൽ ആരെയാണ് ആദ്യം പൂജിക്കേണ്ടതെന്നായി പിന്നത്തെ പരിഗണന. ഈ ചടങ്ങിന് അഗ്രപൂജ എന്നാണ് സാങ്കേതികമായി പറയുന്നത്. അഗ്ര എന്നാൽ ആദ്യത്തേത്, പൂജ എന്നാൽ ആരാധന. ഈ അഗ്രപൂജ എന്നു പറയുന്നത് ഏതാണ്ട് അധ്യക്ഷ പദവിക്കു തുല്യമാണ്. യാഗസദസ്സിൽ എല്ലാവരും സമുന്നതരാണ്. അഗ്രപൂജയ്ക്കായി പലരും യോഗ്യനായി ഒരാളെ നിർദ്ദേശിച്ചു, മറ്റു ചിലർ വേറൊരാളെയും. കാര്യം തീരുമാനമാകാതെ വന്നപ്പോൾ ഭഗവാൻ കൃഷ്ണനു അനുകൂലമായി സഹദേവൻ സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, യദുവംശ ശ്രേഷ്ഠനും തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്നവനുമായ ഭഗവാൻ കൃഷ്ണനാണ് ഈ സഭയിലെ സർവോന്നതനായ വ്യക്തി. അതിനാൽ എതിർപ്പൊന്നും കൂടാതെ അദ്ദേഹത്തെ തന്നെ അഗ്രപൂജയ്ക്കു ക്ഷണിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. ബ്രഹ്മദേവൻ, ശിവൻ, സ്വർലോകാധിപനായ ഇന്ദ്രൻ, അതുപോലെ ഉന്നതരായ പല വ്യക്തികളും ഈ സഭയിൽ സന്നിഹിതരാണെങ്കിലും കാലം, ദേശം, കീർത്തി, ജ്ഞാനം, വൈരാഗ്യം തുടങ്ങി ഏതു പരിഗണന വച്ചു നോക്കിയാലും കൃഷ്ണനു തുല്യമോ കൃഷ്ണനേക്കാൾ വലിയവനോ ആയി ആരുമില്ല. ഐശ്വര്യവത്തായി കരുതുന്നതെന്തും കൃഷ്ണനിലുണ്ട്. ഒരു വ്യക്തിയുടെ ആത്മാവ് അതിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് അടിസ്ഥാന പ്രമാണമായിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ പരമാത്മാവാണ് കൃഷ്ണൻ. യാഗാനുഷ്ഠാനങ്ങൾ, ഹോമാഗ്നിയിൽ ഹവിസർപ്പണം, വേദസൂക്തങ്ങളുടെ ആലാപനം, യോഗാനുശീലനങ്ങൾ എല്ലാം കൃഷ്ണ സാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ളതാണ്. ഫലോദിഷ്ട കർമ്മങ്ങൾ സ്വീകരിച്ചാലും സിദ്ധാന്തപരമായ ദർശനങ്ങൾ പിന്തുടർന്നാലും ആത്യന്തിക ലക്ഷ്യം കൃഷ്ണനാണ്. ആത്മസാക്ഷാത്കാരത്തിലുള്ള സത്യസന്ധമായ എല്ലാ രീതികളും കൃഷ്ണനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതു തന്നെയാണ്. മഹതികളെ, മഹാന്മാരെ, കൃഷ്ണനെക്കുറിച്ച് ഏറെ പറയേണ്ട കാര്യമില്ല. കാരണം പരബ്രഹ്മമായ ഭഗവാൻ കൃഷ്ണനെ
സമുന്നത വ്യക്തികളായ നിങ്ങൾക്കൊക്കെ അറിയാം. ശരീരവും ആത്മാവും തമ്മിൽ, ശക്തനും ശക്തിയും തമ്മിൽ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഭൗതികമായ ഭേദങ്ങളൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തീരെയില്ല. എല്ലാവരും കൃഷ്ണൻ്റെ അവിഭാജ്യ ഘടകങ്ങളാകയാൽ കൃഷ്ണനും ജീവാത്മാക്കളും തമ്മിൽ ഗുണപരമായി ഒരു വ്യത്യാസവുമില്ല. അഗ്നിയുടെ ചൂടും വെളിച്ചവും പോലെയാണ് കൃഷ്ണൻ്റെ ശക്തികൾ. ചൂടിൻ്റെയും വെളിച്ചത്തിൻ്റെയും അതുപോലെ അഗ്നിയുടെ തന്നെയും ഗുണങ്ങൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ശരീരത്തിൻ്റെ ഏതു ഭാഗം കൊണ്ട് എന്തും ചെയ്യാൻ കൃഷ്ണനു കഴിയും. നമുക്ക് ഓരോ ജോലി ചെയ്യാനും നിശ്ചിതമായ ഓരോ അവയവമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏതു ഭാഗം കൊണ്ടും എന്തും ചെയ്യാൻ അദ്ദേഹത്തിനു സാധിക്കും. അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ ശരീരം നിത്യമായ ആനന്ദവും ജ്ഞാനവും നിറഞ്ഞിരിക്കുന്നതിനാൽ ജനനം, അസ്തിത്വം, വളർച്ച, ഫലേച്ഛയോടെയുള്ള കർമ്മം, അപചയം, തിരോഭാവം എന്നീ 6 ഭൗതിക മാറ്റങ്ങൾക്കു വിധേയമാകുന്നില്ല. ബാഹ്യശക്തിയുടെ സമ്മർദ്ദമില്ലാതെ എല്ലാറ്റിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കു പരമകാരണനാണദ്ദേഹം. ധാർമ്മിക വൃത്തി, സാമ്പത്തികാഭിവൃദ്ധി, സുഖഭോഗങ്ങൾ എന്നിവയിൽ ജനങ്ങൾ ഏർപ്പെടുന്നതും അവസാനം ഭൗതിക ബന്ധനത്തിൽ നിന്നു വിമോചനം നേടുന്നതും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടു മാത്രമാണ്. പുരോഗമന ജീവിതത്തിൻ്റെ ഈ 4 തത്വങ്ങൾ നടപ്പിലാക്കുന്നത് കൃഷ്ണൻ്റെ കാരുണ്യം കൊണ്ടാണ്. അതിനാൽ ഈ മഹായാഗത്തിൽ അഗ്രപൂജ നൽകേണ്ടത് അദ്ദേഹത്തിനാണ്. ആരും ഇക്കാര്യത്തിൽ വിയോജിക്കരുത്. വേരു നനച്ചാൽ ശാഖകളും ചില്ലകളും ഇലകളും പൂക്കളും സ്വയം നനയ്ക്കപ്പെടുന്നത് പോലെ വയറിനു ഭക്ഷണം നൽകിയാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും പോഷണവും ഉപാപചയ പ്രവൃത്തികളും സ്വയം സാധിക്കുന്നതുപോലെ കൃഷ്ണനു അഗ്രപൂജ നൽകിയാൽ മഹാദേവന്മാരുൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ ആളുകളും സംതൃപ്തരാകും. ദാനധർമ്മ തത്പരരായവർ കൃഷ്ണനു മാത്രം ദാനം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരു നിശ്ചിതമായ ശരീരമോ വ്യക്തിയോ പ്രത്യേകതയോ കണക്കാക്കാതെ എല്ലാവരുടെയും പരമാത്മാവാണല്ലോ അദ്ദേഹം. പരമാത്മരൂപത്തിൽ കൃഷ്ണൻ എല്ലാവരിലും കുടികൊള്ളുന്നു. അതിനാൽ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയാൽ ജീവാത്മാക്കളൊക്കെ സ്വയം തൃപ്തരായിത്തീരും. ഹരേ കൃഷ്ണ.